നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻസൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും അവരുടെ കപ്പാസിറ്റി ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കുറേ ആൾക്കാർ അവരുടെ കപ്പാസിറ്റി ഒന്നും നോക്കില്ല. നമ്മളുടെ കപ്പാസിറ്റി എത്ര ഉണ്ടോ അത് മാക്സിമം ഉണ്ട് ഉപയോഗിച്ച് അത് വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, പാത്രം അറിഞ്ഞുകൊണ്ടായിരിക്കണം വിളമ്പേണ്ടത്. നമ്മളെപ്പോഴും ഒരു പറയാറുണ്ട് അതൊക്കെ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം അത് ടീച്ചേഴ്സോ പാരൻസോ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് എന്താണെങ്കിലും ഒരുപാട് നോളജ് ഉണ്ടാകാം, ചില ടീച്ചേഴ്സിനൊക്കെ ഒന്ന് ഒരുപാട് നോളജ് ഉണ്ടാകാം, റൈറ്റ് ഇല്ലേ? ലൈക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ എൻ്റെ ഞാൻ ഉദാഹരണം പറയാൻ കേട്ടോ, എൻ്റെ ഒരു കുപ്പി നിറച്ച് വെള്ളമുണ്ട്. പക്ഷേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കുട്ടിക്കാന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ പക്കലുള്ള പാത്രം ഡിസ്പോസിബിളാണോ അതോ പെട്ടെന്ന് ഉടയുന്ന ഒരു ഗ്ലാസ് ആണോ അതോ സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്, ഇല്ലേ? അത് മാത്രം നോക്കിയാൽ പോരാ. നമ്മളെപ്പോലെ ടീച്ചേഴ്സ് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ അറിവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി ഗ്ലാസ് തിരിച്ചിട്ടാണോ വെച്ചിട്ടുള്ളത് അതോ ഓപ്പൺ ആയിട്ടാണോ വെച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നോളജൊക്കെ ഏതേപോലെ ആയിരിക്കും എന്നറിയോ? ഒന്ന് കണ്ടോളൂ, ഏതേപോലെ ആയിരിക്കും. ടീച്ചറെ നല്ല നോളജ് ഉണ്ട്, അതിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഗ്ലാസ്സിന് മുകളിൽ ഒഴിക്കുന്ന പോലെയാണ്. അവൻ്റെ തലയിലോ അവൻ്റെ ഹൃദയത്തിലോ ഒന്നും കൊള്ളാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു ടീച്ചർ മനസ്സിലാക്കേണ്ടത്, ഒരു പാരൻസ് മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ കപ്പാസിറ്റി എത്രയാണ്. ഉദാഹരണം പറഞ്ഞെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ വലിപ്പം, അവൻ്റെ ബ്രെയിനിൻ്റെ വലിപ്പം ഏറെക്കുറെ ഡിസ്പോസിബിൾ ആണോ? ഇതിൽക്ക് എത്രമാത്രം വെള്ളം കൊള്ളിക്കാൻ പറ്റും, ഇതിന് എത്രമാത്രം ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനെ ഒരു സ്റ്റീലാക്കാൻ നമുക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ആണ് കൊടുക്കേണ്ടത്, എത്രമാത്രം അറിവാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള പാത്രം പൊട്ടുന്ന പാത്രമാണോ? ഇതൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ടായിരിക്കണം നമ്മളെ കയ്യിലുള്ള അറിവിനെ അങ്ങോട്ട് വിളമ്പാൻ. ചില ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കൊരു കരാറ് പോലെയാണ് സിലബസ് തീർക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് അറിവുണ്ടാകണം എന്നുള്ളത് എന്താണ്? അവൻ്റെ നിഘണ്ടുവിലേ ഇല്ല. അപ്പോൾ നമ്മളൊക്കെ നല്ല ടീച്ചേഴ്സ് ആകണമെങ്കിൽ നമ്മളെപ്പോഴും പാത്രം അറിഞ്ഞുകൊണ്ട് വിളമ്പുക, ഇല്ലേ? ആ പാത്രം ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കുക. ഓപ്പൺ ആക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ആലോചിച്ച് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പെർഫോമൻസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടീച്ചറാകാൻ സാധിക്കുക.